പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അനുഗ്രഹീതരായ ശാലോം TV പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഇത് ക്രിസ്മസ് കാലമാകുന്നു. ജനനപ്പെരുന്നാളിൻ്റെ ഒരുക്കമായ വിശുദ്ധ നോമ്പിലൂടെയുമൊക്കെ വ്രതനിഷ്ഠയിലൂടെ വിശ്വാസ സമൂഹം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നോമ്പ് ചിന്തയെന്നോ ജനനപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ചിന്തയെന്നോ നമുക്ക് ചിന്തിക്കാവുന്ന മാതാവിൻ്റെ സഹനയാത്ര നമുക്ക് ചിന്തിച്ച് ഈ ക്രിസ്മസ് കാല ചിന്തയിലേക്ക് പ്രവേശിക്കാം. വായിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യങ്ങൾ. ആ കാലത്ത് തൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സർവ്വജനവും പേർവഴി ചാർത്തപ്പെടണം എന്ന കൽപ്പന അഗസ്തോസ് കൈസറിൽ നിന്ന് പുറപ്പെട്ടു. സിറിയായിൽ കുറിനോസ് നാടുവാഴിയായിരിക്കുമ്പോൾ ഈ പേർവഴി ചാർത്തൽ ആദ്യത്തേതായിരുന്നു. അവരവരുടെ നഗരിയിൽ പേർവഴി ചാർത്തപ്പെടേണ്ടതിനായി എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേഫും ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതുകൊണ്ട് യഹൂദയായിൽ ബെത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്നും തനിക്ക് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പേർവഴി ചാർത്തപ്പെടുവാനായി പോയി. അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. അവൾ അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു. അവൾ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് മറ്റ് സ്ഥലമില്ലാതിരുന്നതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തി. സഹനപൂർണമായ ഒരു യാത്രയുടെ അന്ത്യത്തിൽ സംഭവിക്കുന്ന വിസ്മയകരമായ ഒരു കാഴ്ചയാണ് ആദ്യത്തെ ക്രിസ്മസ്. നിറവയറായ കന്യക മറിയാം ശരീരം കൊണ്ട് തളർന്നവരായിരിക്കുകയാണ്. ഈ ദീർഘയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുവാൻ പെട്ടെന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത്. 90 മൈലോളം ദൂരം വരുന്ന ഈ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ജോസഫിനോടുകൂടെ ശരീരവും മനസ്സും ക്ഷീണിച്ച മറിയാം ഇറങ്ങി പുറപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും ഈ സഹനയാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. ഈ സഹനയാത്രയിലൂടെ നാം എന്താണ് ഇന്നത്തെ ആനുകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനും പഠിപ്പാനും നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ലഘുവായ നമ്മുടെ ചിന്ത. ശരീരവും മനസ്സും തളർന്നു പോയാൽ സഹനങ്ങൾക്ക് ആയാസം കൂടും. നമ്മളുടെ അനുഭവം തന്നെയാണ്. നമ്മളുടെ ശരീരം ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കുമ്പോൾ മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ ബഹുദൂരം മുന്നേറുവാൻ നമുക്ക് ഊർജവും ശക്തിയും ഉണ്ടാകും. എന്നാൽ നമ്മുടെ മനസ്സുകൂടെ ക്ഷീണിച്ചു പോയാൽ നമ്മുടെ പ്രയാസവും സഹനവും വളരെ ഭാരമുള്ളതായിട്ട് മാറും. ഇത്തരം സഹനത്തിൻ്റെ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഈ ശ്രോതാക്കളിൽ പലരുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ, ഈ സഹനയാത്ര തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നാം ചിന്തിക്കേണ്ടുന്നത് നാം കരുതിക്കൂട്ടുന്ന സുരക്ഷിതമായ മേഖലകൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകും. നിന്നിൽ നിന്ന് ഒരു ശിശു ഉരുവാകും, അത് അത്ഭുത ശിശുവാകും എന്നൊക്കെയുള്ള ദൈവനിർദ്ദേശം മാലാഖ മുഖാന്തരം സ്വീകരിക്കപ്പെടുമ്പോൾ കന്യക മറിയാം ഒരുപക്ഷെ സ്വസ്ഥവും സ്വച്ഛവുമായ ഒരു പ്രസവ സമയം ആഗ്രഹിച്ചിരുന്നിരിക്കാം. തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ കണ്ട് മടങ്ങി പാർത്തുമ്പോൾ പരിചാരികളും സൂതികർമ്മിണികളുമൊക്കെ തൻ്റെ പ്രസവ സമയത്ത് കൂടെ ഉണ്ടാകുമെന്നൊരു പക്ഷേ ഈ ചെറുബാലികയായ ദൈവമാതാവായ കന്യക മറിയാം ചിന്തിച്ചു കാണാം. പക്ഷേ സുരക്ഷിതമായ മേഖലയെ തകർത്തുകൊണ്ടാണ് രാജാവിൻ്റെ കൽപ്പനയുണ്ടാകുന്നതും യാത്രയ്ക്ക് ഒരുങ്ങേണ്ടി വരുന്നതും. പലപ്പോഴും ദൈവവേലയിലും വിളിയിലുമായിരിക്കുന്ന നമുക്ക് സുരക്ഷിതമായ മേഖലകളിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴായിരിക്കും നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മറ്റൊരു സ്ഥലത്തേക്കോ വിധത്തിലേക്കോ നാം മാറ്റപ്പെടുക. എല്ലാവർക്കും അറിയാം, പൂർണ്ണ ഗർഭിണിയായ കന്യക മറിയാം ഏതാനും ദിവസങ്ങളോ
ആഴ്ചകളോ പിന്നിട്ടാൽ ഒരു ഏകജാതനെ, ഒരു ദൈവപുത്രനെ പ്രസവിക്കും. ആ പ്രസവം കഴിഞ്ഞ് ഒരു മാസമോ ഒരു അവധിക്കാലമോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ യാത്ര ആരംഭിച്ചാൽ കുട്ടിയെ കൊണ്ടുള്ള യാത്ര സന്തോഷപ്രദവും സുഖപ്രദവുമാകും. എന്നാൽ അഗസ്തീനോസ് രാജാവിൻ്റെ കൽപ്പന, പൊടുന്നനെയുള്ള കൽപ്പന പാലിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിർബന്ധിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന വലിയൊരു ചോദ്യം, ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ വേലയും ചെയ്യുവാൻ വേണ്ടി മനസ്സ് വെച്ച എന്നോട് എന്തിനാണ് പെട്ടെന്ന് ഈ സമയത്ത് ഇതേ വിധത്തിൽ പെരുമാറിയത്? എന്നെക്കുറിച്ച് അറിയാവുന്ന, എൻ്റെ ദൗർബല്യങ്ങൾ അറിയാവുന്ന എൻ്റെ ദൈവത്തിന് ഈ യാത്രയൊന്ന് അല്പമൊന്ന് ദീർഘമാക്കുവാൻ അല്ലെങ്കിൽ ഒരു ഒഴിവ് തരുവാൻ സാധിക്കുമായിരുന്നില്ലേ? മറിയാം ഇങ്ങനെയൊരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ മറിയാമിൻ്റെ ഉള്ളിൽ ഇത്തരമൊരു നിഷേധ ചിന്ത ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടെന്നാൽ ദേവാലയത്തിൽ വളർന്ന് പുരോഹിതന്മാരിലൂടെ പ്രവചനങ്ങൾ, ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ച് അറിയുന്ന മറിയാമനറിയാം, 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ബെത്ലഹേമിൽ വെച്ച് ദൈവത്തിൻ്റെ പുത്രൻ പിറക്കുമെന്നുള്ള പ്രവചനം കന്യക മറിയാം നല്ലവണ്ണം അറിയാം. ആയതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ സഹന യാത്രയ്ക്ക് താൻ സഹിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ ഉദ്ദേശവും നിയോഗവും പൂർത്തീകരിക്കപ്പെടുവാൻ ഈ യാത്ര അനിവാര്യമാണെന്ന് കന്യക മറിയാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ നിഷേധ ചിന്തകൾ കന്യക മറിയാമിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിരവധിയാണ്. വിവിധ പ്രായങ്ങളിലും വിവിധ തൊഴിൽ മേഖലകളിലും ഒക്കെ അധിവസിക്കുന്ന നമുക്ക് ഓരോരുവർക്കും ഓരോ കാലത്തും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തുമാത്രമാണ്. ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്നെല്ലാം എത്രയോ ആവർത്തി വായിക്കുന്നു, എത്രയോ പ്രാവശ്യം കേൾക്കുന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണ് പതിയുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കുവാൻ ഒരിക്കലും മടി കാണിക്കുന്നില്ല, താമസിക്കുന്നില്ല, ദൈവം അലസമായിട്ടിരിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിൽ നിരവധിയായിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനുള്ളൊരു കൃപയുണ്ടോ എന്നുള്ളത് ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കന്യക മറിയാം ആ സിദ്ധി പ്രാപിച്ച കൃപ നിറഞ്ഞവളായിരുന്നു. തനിക്ക് തരുന്ന ഈ സഹനത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള കൃപയും ശക്തിയും ദൈവം എന്നിൽ തന്നിട്ടുണ്ടെന്ന് പരിപൂർണമായി വിശ്വസിച്ചവളായിരുന്നു കന്യക മറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ വകയാത്തതൊന്നും നമുക്ക് നൽകില്ലെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളവൻ ഒരു സഹനം തരുമ്പോൾ, ഒരു വേദന തരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും ദൈവിക വാഗ്ദാനങ്ങൾ മറന്ന് മനുഷ്യൻ പലപ്പോഴും നോക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും മാത്രം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. ഈ ക്രിസ്മസ് കാലം ഈ സഹനയാത്ര ചിന്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ആരെങ്കിലും ഈ ദുരിതപൂർണമായ യാത്രയ്ക്ക് മാത്രം എന്ത് അപരാധം ഞാൻ ചെയ്തു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു അപരാധവും ചെയ്തതുകൊണ്ടല്ല, നേരെ മറിച്ച് എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ തൻ്റെ ക്രൂശുമായിട്ട് എൻ്റെ പിന്നാലെ വരണമെന്നുള്ള ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഉദ്ദേശവും എന്നിലൂടെ നിറവേറുകയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അത് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വലിയ ആർജവത്വം, ഊർജം സംഭരിക്കാനുള്ള ശക്തി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ മുമ്പിൽ കാണുന്ന പ്രാതികൂല്യങ്ങളാണ്. എന്നാൽ പ്രാതികൂല്യങ്ങൾക്കപ്പുറം കാണുന്നതിലല്ല, കാണാത്തതിൽ അത്ഭുതങ്ങളെ ദർശിക്കുന്ന മഹത്തായ പൈതൃക പിതൃപാരമ്പര്യം നാം മറന്നുപോയി. നമ്മുടെ പൂർവികന്മാരുടെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഒരിക്കൽ ദേവാലയത്തിൽ അകത്ത് വെച്ച് ഇനി മുതൽ മരണം വരെ വേർപിരിയാത്തവരായി വിവാഹത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിശ്ചയമായിട്ടും ആ വിവാഹ ദാമ്പത്യ ബന്ധങ്ങളിൽ
ഇടർച്ചകളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായ സാഹചര്യങ്ങൾ വന്നിരുന്നിട്ടും ആ വിവാഹം തന്നെ ഏൽപ്പിച്ച ഭാര്യയും തനിക്ക് ഏൽപ്പിക്കപ്പെട്ട പുരുഷനും ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യം ആദ്യകാല കുടുംബ ബന്ധങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നവനല്ല എൻ്റെ ദൈവമെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു നമ്മുടെ പൂർവികരായിരുന്ന മാതാപിതാക്കൾ. വിശുദ്ധ കന്യകമറിയാമൻ്റെ സഹനയാത്രയെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ പൂർവികന്മാർ സഹിച്ചതുപോലെ, ക്ഷമിച്ചതുപോലെ അവർ കാണിച്ചിരുന്ന ഈ സഹനയാത്രയിൽ പങ്കുചേരുവാൻ ഇന്ന് കുടുംബസ്ഥരും ദാമ്പത്യത്തിലുള്ളവരും യൗവനത്തിലുള്ളവരും വിദ്യാർത്ഥികളും എല്ലാം ശ്രദ്ധിക്കണം. ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പലപ്പോഴും വിദ്യ അഭ്യസിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം സജീവമായിരിക്കെ അവർ വിദ്യ അഭ്യസിക്കുന്ന രീതിയിലുള്ള വിധത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ഊർജം ചോർത്തിക്കളയുന്നു. നല്ല വിദ്യാർത്ഥിയായി നന്നായി വായിച്ച് പഠിച്ച് വളർന്ന് ജീവിതം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ദൈവത്തിൽ സന്തോഷിക്കേണ്ടുന്ന പല യുവമിഥുനങ്ങളും ഇന്ന് ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ ചില പ്രതിബന്ധങ്ങളിൽ പെട്ടിട്ട് ഈ യാത്ര മുടക്കുന്നവരാണ്. നാം ചിന്തിക്കേണ്ട കാര്യം, കന്യകമറിയാം ബേത്ലഹേമിലേക്കുള്ള യാത്ര ആരംഭിക്കപ്പെടുമ്പോൾ ആ സഹനയാത്ര ആരംഭത്തേക്കാൾ കടുപ്പമായിരുന്നു അവസാനിപ്പിക്കുക എന്നുള്ളത്. ആരംഭിക്കുമ്പോൾ ഇടറിയ കാലുമായി കന്യകമറിയാം പിച്ച വെച്ച് നീങ്ങുന്നു. എന്നാൽ ഇനിയുള്ള ദൂരം ഒരു കൊച്ചു കുന്നാണ്. ഈ കയറ്റം കയറുക എന്നുള്ളത് വളരെ ആയാസമുള്ളൊരു കാര്യമാണ്. കന്യകമറിയാമന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നെക്കൊണ്ടാകില്ലേ, ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചു, ഇനി എന്നെക്കൊണ്ടാകില്ലെന്ന് ഒരുപക്ഷെ കന്യകമറിയാം പറഞ്ഞിരുന്നെങ്കിൽ യൗസേഫ് പറയുമായിരുന്നു, അല്പം വിശ്രമിച്ചിട്ട് നമുക്ക് ആകാമെന്ന് ഒരുപക്ഷെ പറയുമായിരുന്നു. എന്നാൽ കന്യകമറിയാമാകുന്ന ദൈവത്തിൻ്റെ അമ്മ ഈ സഹനത്തിൻ്റെ പാത താൻ പൂർത്തീകരിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ ഒരിക്കൽ പോലും യാത്ര ഇടയ്ക്ക് വെച്ച് മുടക്കിയില്ല. ഇന്ന് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ പരാജയം, യാത്രയുടെ മധ്യപകുതിയാകുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു പ്രകൃതം പലപ്പോഴും കാണുന്നുണ്ട്. നല്ല വിദ്യാർത്ഥികൾ, വിദ്യാഭ്യസിക്കുന്നവർ, പഠിച്ചുയർന്ന് വളരേണ്ടുന്നവർ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ പഠനം മതിയാക്കുന്നു. പഠനം വേണ്ടതുപോലെ നിർവഹിക്കാതെ അവർ മറ്റു കാര്യങ്ങളിലേക്കും പ്രണയത്തിലേക്കും അരുതാത്ത ബന്ധങ്ങളിലേക്കും ഉതിർന്നു വീഴുന്നു. അവരുടെ ഭാവി ഒരു തിരിച്ചുപോക്കായിട്ട് മാറുന്നു. ചിലപ്പോൾ നാം കാണുന്നത്, വിശ്വാസ ജീവിതത്തിൽ സഭയിലൂടെ വളരേണ്ടവർ ഒരു കാലം വരെ സഭയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഒരു കാലം എത്തുമ്പോൾ അവർ സഭയ്ക്കെതിരായി നിന്നുകൊണ്ട് ഇതരന്മാരായി പ്രവർത്തിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുന്നതായും നാം കാണുന്നുണ്ട്. ചിലപ്പോൾ ദാമ്പത്യത്തിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ദൈവമേൽപ്പിച്ച കുടുംബ ബന്ധങ്ങളെക്കാൾ അപ്പുറമായിട്ട് എന്തോ സൂക്ഷിക്കുന്നു എന്നുള്ള ചിന്തയിൽ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും അനാഥമാക്കി വേർപിരിയുന്ന ധാരാളം ദമ്പതിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ, കന്യകമറിയാമിൻ്റെ ഈ സഹനയാത്രയിൽ ആരംഭത്തിലുള്ള പ്രയാസങ്ങളെക്കാൾ കടുപ്പമുള്ള കാഠിന്യമുള്ള യാത്രയായിരുന്നു ഒടുവിലെങ്കിൽ പോലും ആ ഒടുവിലെ യാത്രയുടെ അന്ത്യം വരെയും കന്യകമറിയാം യാത്ര സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ നിത്യതയുടെ സൗഭാഗ്യം ഓർക്കുമ്പോൾ ലഘുവാണെന്ന് പഠിപ്പിക്കുകയും പാടുകയും ചെയ്യുന്ന നാം വിദ്യാഭ്യാസ മേഖലയിലും കുടുംബ മേഖലയിലും തൊഴിൽ മേഖലയിലും നമ്മുടെ വിശ്വാസ പൗരോഹിത്യ മേഖലകളിലും പലപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഈ യാത്രയിൽ പകുതിയാകുമ്പോൾ, ഒരിടത്തെത്തുമ്പോൾ പരിഭവങ്ങളെ പറഞ്ഞ് പുറകോട്ട് പോകാനുള്ള പ്രവണത പിശാച് ഒരുക്കുമ്പോൾ അതിനെ മറികടപ്പാനുള്ള വിശ്വാസ ധൈര്യവും ധീരതയും നാം കാണിക്കേണ്ടതാണ്. വീണ്ടും ഈ സഹനയാത്രയുടെ ഒടുവിൽ ബേത്ലഹേമിൽ പിറക്കുന്ന കുഞ്ഞിനെ, വെള്ള കച്ചകൾ പൊതിഞ്ഞു കാണുന്ന കുഞ്ഞിനെ കാണുന്നു.
കാഴ്ചകൾ സമർപ്പിക്കുന്നു. പലപ്പോഴും സഹനയാത്രയുടെ ഒടുവിൽ കാണുന്നത് ഈ അത്ഭുത ശിശുവിനെയും അത്ഭുത ശിശു കിടക്കുന്ന ഈ കൽത്തൊട്ടിയും ഇതെല്ലാം കാണുമ്പോൾ കാഴ്ചയുടെ പുറകിൽ സഹിച്ച സഹനം പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഐശ്വര്യപൂർണമായ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് സമൃദ്ധമായ ആഹാരവും ഭക്ഷണവും ലഭിക്കുമ്പോൾ, ഇന്ന് ലഭിക്കുന്ന ഈ സമൃദ്ധിയുടെ പുറകിൽ അധ്വാനിച്ചവരും പ്രയത്നിച്ചവരും ഉണ്ടെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. സഭയിലുള്ളവർ പറഞ്ഞ് തമ്മിൽ മനസ്സൊരുക്കണം. ഇത് വലിയ ആനുകാലിക പ്രസക്തമായ കാര്യമാണ്. ഇന്നലെ വരെ കൂടെ നടന്നവരെ, ഇന്നലെ വരെ കൂടെ നടക്കാൻ പ്രേരിപ്പിച്ചവരെ നിഷേധിച്ചുകൊണ്ടും മറന്നുകൊണ്ടുമുള്ള യാത്ര പലപ്പോഴും അപകടപൂർണമായ യാത്രയാണെന്ന് നാം ഗ്രഹിക്കേണ്ടത് ഈ സഹനയാത്രയുടെ മറ്റൊരു ആത്മീയ പശ്ചാത്തലമാണ്. ഈ സഹനയാത്രയിൽ നിന്ന് നാം വിചാരിക്കുന്നു, കുഞ്ഞിനെ പിറന്നു, ഇതാ കുഞ്ഞ് പിറന്നതോടുകൂടെ സഹനം പൂർത്തിയായെന്ന് നാം ചിന്തിക്കാൻ വയ്യ. ഇതാ ഉള്ളിൽ ഉരുവായ കുഞ്ഞ് ബേത്ലഹേമിൽ ശിശുവായി പിറന്ന് ആ ശിശുവിനെ പ്രസവിച്ചതോടുകൂടി കന്യകമറിയാമിൻ്റെ സഹനം പൂർണ്ണമായെന്ന് നാം ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. വീണ്ടും സഹനത്തിൻ്റെ യാത്ര തുടരുകയായിരുന്നു. സഹനയാത്ര അത് നിത്യത വരെയുള്ള യാത്രയാണ്. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ എന്നുള്ള മനോഹരമായ ഗാനയിരടികൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾ കുടുംബ ബന്ധങ്ങൾ ഒരു പരിധിവരെ, അല്ലെങ്കിൽ അതുപോലെ ഏൽപ്പിക്കപ്പെട്ട ഒരു പരിധിവരെ അനുഗ്രഹീതരായി പോകുന്നവർ, ഇത്രയും കാലമൊക്കെ ആയില്ലേ, ഇനി എന്നെ കൊണ്ടാകില്ലെന്ന് ചിന്തിക്കുന്നവർ, നിശ്ചയമായിട്ടും കന്യകമാതാവിൻ്റെ സഹനത്തിൻ്റെ യാത്രയുടെ പരിപൂർണത ബേത്ലഹേം വരെയല്ലായിരുന്നു, അത് കാൽവരി വരെ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ബാല്യ കൗമാരകാലങ്ങളിൽ കൂട്ടുകിടക്കുന്നവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ കൗമാരം വിട്ട് ദാമ്പത്യത്തിലേക്ക് വളർന്ന് ദാമ്പത്യത്തിൽ നിന്ന് അവർ കുടുംബത്തിലേക്ക് വന്നു ചേരുമ്പോഴും നമ്മളുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിശ്ചയമായിട്ടും അവരിലൂടെ രൂപപ്പെടുന്ന ഒരു കുടുംബ ബന്ധത്തെ അനുഗ്രഹിപ്പാൻ വേണ്ടിയിട്ടാണ് വാർദ്ധക്യം. അവരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അനുഗ്രഹിച്ചു പോകേണ്ടതിന് പകരം അവരെ രണ്ട് തട്ടിലേക്ക് വേർതിരിക്കുന്ന മനോഭാവത്തോടെ പ്രവർത്തിച്ച് പെരുമാറുന്ന ഒരു ശൈലി അങ്ങിങ്ങായി ഒറ്റപ്പെട്ട് കാണുന്നുണ്ട്. നിശ്ചയമായിട്ടും സഹനം അത് കാൽവരി വരെയുള്ള സഹനമാണ്. കന്യകമറിയാം യേശുവിൻ്റെ കൂടെ തച്ചനായി അവൻ വളർന്നപ്പോൾ കൂടെ നിന്ന് സർവവും സഹിക്കുകയായിരുന്നു. സഹനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തും വരെ അലസതയില്ലാതെ ആലസ്യം കൂടാതെ മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ഈ സഹനയാത്രയിൽ യൗസേഫിനോടൊപ്പം നടക്കുന്ന ഈ കന്യകമറിയാമിനെയും ദമ്പതിമാരെയും കൂടെ അന്ന് നടന്നവർ പലരും ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല. ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി നിറവയറോടെ പോകുന്നത് ഒരുപക്ഷെ പുച്ഛത്തോടെയും ഒരുപക്ഷെ ഒരു നിഷേധ മനസ്സോടെയും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഈ പോകുന്ന പെൺകുഞ്ഞിൻ്റെ വയറ്റിലാണ് ലോകരക്ഷകനായ മശിഹ ഇരിക്കുന്നതെന്ന് ആ കൂടെ നടന്നവരാരും അറിഞ്ഞിരുന്നില്ല. ലോകരക്ഷകനായ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് പോകുന്നവളാണ് ഈ കന്യകമാതാവെന്ന് ഒരു ജനതയും കൂടെ പോയവർ ആരും തിരിച്ചറിഞ്ഞില്ല. ജീവിതത്തിൽ സഹനം ആരംഭിച്ച് നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ ആരും ഒരുപക്ഷെ തിരിച്ചറിയില്ല. നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ വിലയും എന്തെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ കൂടെയുള്ള ഭർത്താവിനോ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ നേതൃസ്ഥാനികൾക്ക് ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അതുകൊണ്ടൊന്നും യാത്രയിൽ ഒരു പ്രശ്നമോ ഭാരമോ മാനസിക സംഘർഷമോ നേരിടുന്നില്ല. യേശുവിനെ ചുമന്നുകൊണ്ടുപോകുന്ന കന്യകമറിയാമിനെ നോക്കിയിട്ട് യഹൂദന്മാരായിരുന്നവർ ആരും ചിന്തിച്ചില്ല, ഇവനാണ് ലോകത്തിൻ്റെ രക്ഷകനെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. കൂനിയായവരും കണ്ണറിയാത്തവരും രോഗികളും ആയിട്ടുള്ളവർ അറിഞ്ഞില്ല, ഞങ്ങളുടെ സൗഖ്യദായകനായ ക്രിസ്തുവിനെ കൊണ്ടാണ് ഈ പെൺകുട്ടി നടന്നു നീങ്ങുക എന്നുള്ളത്
അവർ അറിയാതെ പോയ കാര്യമാണ്. പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നതും അതുതന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹം വാരിച്ചൊരിഞ്ഞ് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഈ അനുഗ്രഹങ്ങളെ തരുന്നവനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. സഹന ജീവിതയാത്രയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കൂടെയില്ല എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ശ്രോതാക്കളിലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വലിയ ഹിതം നിറവേറുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാനെന്നുള്ള ചിന്തയിൽ ആരും എന്നെ ശ്രദ്ധിക്കണമെന്നല്ല, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുവെന്ന ബോധ്യത്തോടെ ചുവടുകൾ വയ്ക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. കൊരിന്ത്യ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ കാണുന്നതിനപ്പുറമായിട്ട് നിത്യതയിലേക്കുള്ള സൗഭാഗ്യത്തെ ഓർത്ത് ഇഹത്തിലെ ദുരിതങ്ങളെ സഹിക്കുവാനുള്ള ആരോഗ്യവും കൃപയും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം സമർത്ഥമായി ഈ ക്രിസ്മസ് കാലം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്വർഗസ്ഥനുമായ സർവേശ്വര, അവിടുത്തെ മുമ്പാകെ ഇന്ന് സഹനയാത്രയിൽ പങ്കുചേർന്ന എല്ലാ കുടുംബത്തെയും ഓർത്തുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹനയാത്ര ആരംഭിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു യാത്ര പെട്ടെന്ന് തീരുമാകുമെന്ന്. എന്നാൽ സഹനയാത്ര ആരംഭിച്ചപ്പോഴാണ് ആരംഭത്തേക്കാൾ കാഠിന്യമാണ് ഞങ്ങളുടെ അന്ത്യ നിമിഷങ്ങളെന്ന് മനസ്സിലാകുന്നു. പ്രതീക്ഷിച്ചിടത്തൊക്കെയും ഞങ്ങൾക്ക് ഒരു പക്ഷേ ഒറ്റപ്പെട്ട അനുഭവം നേരിടുന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്തിടത്ത് അത്ഭുത വെളിച്ചമായി അവിടുന്ന് ഇറങ്ങി വരുന്നു. ഇത്രയും കാലം ഞങ്ങൾക്ക് സഹനപാതയിലൂടെ യാത്ര ചെയ്തപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് അനുഗ്രഹിച്ചവനായ സ്വർഗത്തിലെ ദൈവമേ, തുടർന്നും ഞങ്ങളുടെ കൂടെ അവിടുത്തെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹനപാത കണ്ടിട്ട് ആരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല. പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുന്ന ഈ കാലഘട്ടത്തിൽ, പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന കാലഘട്ടത്തിൽ, ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും സഹനപാതയിൽ സഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവകൃപകൾക്കുമായി നന്ദി പറയുന്നു. ശുദ്ധിമതിയായ അമ്മയുടെ മാധ്യസ്ഥങ്ങൾക്ക് കോട്ടയാകണമേ. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടി അബദ്ധം വിട്ടവരന്മാർ തിരികെ വന്നു. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം